അമേരിക്ക ഒരു വലിയ തിരിച്ചടിയിലേക്കാണോ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറങ്ങി പുറപ്പെട്ടു. ഇപ്പോൾ ആവനാഴിയിലെ അമ്പുകളൊക്കെ തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിച്ച് നിൽക്കുന്ന ഒരാളാണ് അമേരിക്കയും ട്രംപും. അതവർക്ക് വലിയ നാണക്കേട് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഏത് തരത്തിലായിരിക്കും ഇത് മുട്ടുമടക്കാൻ പോകുന്നത്? ഇപ്പം അമേരിക്കയെ സംബന്ധിച്ച് ലോക പോലീസ് എന്ന് സ്വയം കരുതുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സ്വയം യുദ്ധം ചെയ്യുന്നതിനോടൊപ്പം മറ്റു രാജ്യങ്ങളിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ സംഘർഷം, അവിടെ ഉക്രൈൻ എടുത്ത് പ്രയോഗിക്കുന്ന ആയുധങ്ങളിൽ അധികവും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. ഇപ്പോൾ ഇസ്രയേല് ഹമാസിനെതിരെ പോരാടുമ്പോഴും അല്ലെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ യുദ്ധം നടത്തുമ്പോഴും അവരും ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ നല്ലൊരു പങ്ക് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. പിന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളിലെ പ്രബല സൈനിക ശക്തി അമേരിക്കയാണ്. ഇപ്പോൾ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ അവരുടെ സ്വയം സുരക്ഷയെ കരുതി പല ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും കൊടുത്തിരിക്കുന്നതും അമേരിക്കയാണ്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇതൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ അക്ഷയപാത്രമൊന്നും അല്ലല്ലോ. ആവശ്യത്തിനനുസരിച്ച് ആയുധങ്ങൾ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സമ്പന്ന രാഷ്ട്രമാണെങ്കിലും അതിനൊരു കയ്യും കണക്കും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക വരാൻ കാരണം ഈ ഇറാനിലെ യുദ്ധം അത് ട്രംപ് തുടങ്ങി വെക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇതൊരു ലിമിറ്റഡ് ആക്ഷൻ ആയിരിക്കും, ഒരു നിയന്ത്രിതമായി അവരുദ്ദേശിച്ച ലക്ഷ്യം അവിടുത്തെ അധികാര മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം എത്ര പരിമിതമായി അത് അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ, ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഈ അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പൊ അതില് നമുക്കറിയാം ഈ പ്രതിരോധ സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുധം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യണം. അത് അതിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇപ്പൊ ഇറാനിൽ പൊട്ടിത്തെറിച്ച അമേരിക്കൻ ഈ പാട്രിയറ്റ് മിസൈലിന്റെ ചില ഘടകങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് കാണിക്കുന്നത് 2020-ലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് പഴകിയ ആയുധങ്ങൾ, അതായത് ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയ ആയുധങ്ങൾ പോലും എടുത്ത് അമേരിക്ക ഇപ്പോൾ പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിന്റെ അർത്ഥം അമേരിക്കയിൽ ഇത്തരം ചില ആയുധങ്ങളുടെ ലഭ്യതയിൽ വലിയ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത വരുന്ന താഡ് എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും ശക്തിയേറിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് താഡ്. അപ്പോൾ അതിന്റെ മുഴുവൻ പേര് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ്. അതിന്റെ ഷോർട്ടാണ് താഡ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ നമുക്കറിയാമല്ലോ, റഷ്യ, ചൈന, ഉത്തര കൊറിയ. അപ്പൊ ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും അമേരിക്കക്കെതിരെ ഒരു ആണവ മിസൈൽ തൊടുത്തുവിടാം എന്നൊരു പേടി അമേരിക്കയ്ക്കുണ്ട്. ഇപ്പൊ ഈ 9 താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ 2 എണ്ണം ഇപ്പൊ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇസ്രയേലിൽ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ജോർദാനിലായിരുന്നു. അപ്പൊ ഈ ജോർദാനിൽ സെറ്റ് ചെയ്തിരുന്ന ഈ താഡ് പ്രതിരോധ സംവിധാനത്തെ ഇറാൻ ആക്രമിച്ചങ്ങ് തകർത്തു. ഇപ്പോൾ വേറെ മാർഗമില്ലാഞ്ഞിട്ട് ദക്ഷിണ കൊറിയയിൽ, അതായത് ഉത്തര കൊറിയയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെപ്പോഴും ആക്രമിച്ചാലും പ്രതിരോധിക്കാൻ വേണ്ടി ദക്ഷിണ കൊറിയയിൽ അമേരിക്ക സജ്ജമാക്കി വെച്ച താഡ് സംവിധാനത്തെ ഇങ്ങോട്ട് പുനർവിന്യസിക്കാൻ ഉള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ വേണമെങ്കിൽ കിം ജോങ് ഉന്നിന് വേണമെങ്കിൽ ഒരു രസത്തിന് ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു വിട്ടാൽ അത് പൂർണ്ണമായിട്ടും ലക്ഷ്യം കാണും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്, എന്തുകൊണ്ട് അമേരിക്ക ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത്. കാരണം കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രയേലുമായിട്ടൊരു സംഘർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ താഡ് സംവിധാനത്തിന്റെ 150 മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. ഒരു മിസൈലിന് ഏകദേശം 10 ലക്ഷം അമേരിക്കൻ ഡോളർ ചെലവ് വരും. പക്ഷേ ഇതിന്റെ 10-1 പോലുമില്ല ഇറാൻ ഇങ്ങോട്ട് തൊടുത്തുവിടുന്ന മിസൈലിനോ ഡ്രോണിനോ വില വരുന്നു. അപ്പോൾ ഈ അന്തരം വലിയ പ്രശ്നമാണ്. ഈ 150 മിസൈൽ തൊടുത്തു വിട്ടു എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ മൊത്തം സ്റ്റോക്കിന്റെ ഏതാണ്ട് 4/1 വരികയും ചെയ്യും. അപ്പൊ ഈ നിലവില് നമുക്ക് ഈ താഡ് എന്ന് പറയുന്ന മിസൈൽ സംവിധാനം നിലവിൽ ഒരു വർഷം 96 എണ്ണമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 400 ആക്കി വർദ്ധിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശം നൽകി. ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന
കമ്പനിയാണത് നിർമ്മിക്കുന്നത്. അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പാട്രിയറ്റ് എന്ന് പറയുന്ന മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അതിനും ഇതേ പ്രതിസന്ധി തന്നെ നേരിടുന്നു. അപ്പോൾ നിലവിൽ അവർ 600 മിസൈലാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് 2000 ആക്കി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് പിന്നെ വേറൊരു സംഗതി ഉള്ളത്. ടോമഹാക്ക് എന്ന് പറയുന്ന മറ്റൊരു മിസൈൽ, അത് ഈ കപ്പലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുത്തുവിടുന്നതാണ്. അതും ഏതാണ്ട് ഉൽപാദനം 1000 എണ്ണത്തിലേക്ക് വർദ്ധിപ്പിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 56 എണ്ണം അടിയന്തരമായി ഈ വർഷം തന്നെ വാങ്ങാനും ട്രംപ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് RTX എന്ന് പറയുന്ന കമ്പനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ചെയ്തേക്കുന്നത് ഈ പറയുന്ന ലോക്ഹീഡ് മാർട്ടിൻ, RTX അടക്കമുള്ള അമേരിക്കയിലെ ഈ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ അടിയന്തര യോഗം ട്രംപ് വിളിച്ചു കൂട്ടുകയാണ്. ആ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ അവരോട് ആവശ്യപ്പെടുന്ന എത്രയും വേഗം ഉൽപാദനം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഈ പ്രതിരോധ സാമഗ്രികൾ അറിയാമല്ലോ, വലിയ വിലയുള്ള സാധനമാണ്, വലിയ ലാഭമുള്ളതാണ്. അപ്പം നിങ്ങൾ ലാഭമുണ്ടാക്കി നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിഹിതം കൊടുക്കുന്നതിലല്ല നിങ്ങളുടെ താല്പര്യം ഉണ്ടാകേണ്ടത്. പരമാവധി ഉൽപാദനം വർദ്ധിപ്പിച്ച് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കണമെന്ന് ട്രംപ് പറയുന്നു. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ കമ്പനികൾ എടുത്തിരിക്കുന്നത്. കാര്യം ഈ പറയുന്നത് പോലെ സ്വിച്ചിട്ട പോലെ ഈ പറയുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുക അത്ര നടപടിയുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെയും, ഇപ്പോൾ ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ തന്നെയും അത് ഉപയോഗിക്കാൻ പാകത്തിൽ ഈ സംഗതി കിട്ടുക എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 3-4 മാസമെങ്കിലും സമയമെടുക്കും. അപ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ അമേരിക്കയുടെ കയ്യിൽ ഒരു കോപ്പും ഉണ്ടാകില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടിയുണ്ട്. അമേരിക്കയുടെ GDPയുടെ ഏതാണ്ട് 3.5% തുകയാണ് അവരുടെ പ്രതിരോധ ബജറ്റിന് വേണ്ടി വകയിരുത്തുന്നത്. കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 892 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ 2025 സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി വകയിരുത്തിയേക്കുന്നത്. അത് 2026-27 സാമ്പത്തിക വർഷത്തിലെ 1.5 ട്രില്യൺ ഡോളറിലേക്ക് ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന തുകയിലേക്ക് വർദ്ധിപ്പിക്കാനാണ് ട്രംപ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യക്കെതിരെയൊക്കെ വ്യാപാര യുദ്ധം തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നികുതികൾ പിൻവലിച്ചു എന്നുള്ളതിന്റെ കാരണം അമേരിക്കയിലും അടിസ്ഥാന വർഗമുണ്ട്, മധ്യവർഗ കുടുംബങ്ങളുണ്ട്. അവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടെയും ഈ ആരോഗ്യ പ്രതിസന്ധി അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, ഇങ്ങനെ പ്രാഥമിക പരിഗണന കിട്ടേണ്ട പല മേഖലകൾക്കും വേണ്ടി വിനിയോഗിക്കേണ്ട തുകയാണ് ട്രംപ് ഭരണകൂടം എടുത്ത് ഈ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തുക വക മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭീമമായ തുക ഇപ്പോൾ തന്നെ ഈ അമേരിക്കൻ ഡോളർ വലിയ ചാഞ്ചാട്ടങ്ങൾ നേരിടുന്നു. അതിന് കാരണം ഇപ്പോൾ എണ്ണ വിലയിലുണ്ടായ വർധനവൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന്റെ പ്രധാന കാരണം ട്രംപിന്റെ യുദ്ധക്കൊതി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.